സ്നേഹത്തിന്റെയും മാധുര്യം പകരുന്ന ആലാപന വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. വെൽക്കം ടു മെലോ ബ്യൂട്ടീസ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. വർണ്ണരാഗവേദിയിൽ കണ്ണൂരിൽ നിന്നും പ്രിയപ്പെട്ട സാഗരിക കുട്ടി എത്തുകയാണ്. ഈ സാഗരിക വന്ന് നിൽക്കുന്ന എങ്ങനെയാണെന്നറിയോ? എന്നെ കണ്ടിട്ട് എങ്ങനെ ഉണ്ട്, അതാണ് ഒരു ചിന്ത. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. മക്കളെ ചക്കര കുഞ്ഞേ, മക്കളെ ഏതാ പാടുന്നേ? കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി പലതും ചൊല്ലി. കള്ളികളാണോ തോഴിമാരാണോ അതോ കള്ളികളായ തോഴിമാരാണോ? ആരാ നുള്ളിയത്? തോഴിമാർ. കള്ളികൾ തോഴിമാര് നുള്ളി. എവിടെ നുള്ളി മക്കൾക്ക്? ചെള്ളേലോ? പിന്നെ ടീച്ചർമാരാണ് അവര്. പിന്നെ പലതും ചൊല്ലി, പിന്നെ പിടിച്ചൊറ്റ തള്ളും കൊടുത്തു. തള്ളു പിന്നെ ഉണ്ട് ഇവിടെ. അതൊക്കെ നിക്കട്ടെ, നമുക്കൊരു വീഡിയോ കാണാം. കാരണം ഈ സാഗരിക കുട്ടിക്ക് ഒരു കൊട്ടു കൊടുക്കണ്ടേ നമുക്ക്? ഇതാ കണ്ടു. എന്റെ അമ്മ പാട്ടിന്റെ ഇടങ്ങളെ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളെ ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. മക്കളെ, ഈ അനിയത്തി കുഞ്ഞിന് വലുതാവുമ്പോ ഇതിപ്പോ ഒരു ഫസ്റ്റ് സമ്മാനം വേറെ ഇല്ല. ഈ വീഡിയോ കാണൂലോ അല്ലേ? എന്താ പേരിട്ടെ? അതാണ് തീരുമാനിച്ചില്ല. സാഗരിക പാദനിസ. വരുന്ന അക്ഷരാണ് ആദ്യം വരേണ്ടത്. അപ്പം അതന്നെ എല്ലാരും പറയുന്നത്. സാസനിത. സാസനിത കൊള്ളാം. അപ്പൊ സാസനിത കറക്റ്റ് ആണ്. അവരിട്ടോളും, വിഷമിക്കണ്ട, അവരിട്ടോളും. എന്തായാലും കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി മോളെ. സുഖമായിരിക്കുന്നോ അമ്മയും എല്ലാരും? അപ്പൊ സന്തോഷമായിട്ട് പാടൂ. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി പലതും ചൊല്ലി, പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി പലതും ചൊല്ലി, പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി.
രാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. സാഗരികക്കുട്ടി, സാഗരികക്കുട്ടി മോളെ നന്നായിട്ട് പാടി കേട്ടോ. മോടെ നല്ലൊരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത് ഈ വോയിസിന് നല്ല റേഞ്ച് ഉണ്ട്. കാരണം എത്ര ടോപ്പിൽ പോയാലും നല്ല പവർഫുള്ളായിട്ട് പിടിച്ചു നിർത്താനുള്ളൊരു കഴിവുണ്ട്. ഇപ്പോൾ ആ പാട്ട് ഉണ്ണികളെ ഒരു കഥ പറയാം, അതിൻ്റെ അനുപല്ലവി ആ വീഡിയോയിൽ പാടിയപ്പോഴും ഞാൻ നോക്കി അവിടെ പോകുമെന്ന് നോക്കി, കൃത്യമായിട്ട് മോക്ക് പോകുന്നുണ്ട്. പാട്ട് നന്നായിട്ട് പാടി. പിന്നെ എന്താണ് ഞാൻ ഒളിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടങ്ങ് തള്ളിയിടുകയാണ്. ഈ തള്ളിയതുപോലെ മണിയറെ തള്ളിയ പോലെ പിന്നിൽ പോയി അവിടെ അങ്ങ് തള്ളിയിട്ട് അതിനെ. അവിടെ സംഗതി വല്ലതും ഉണ്ടോ അതോ അവിടെ കൊണ്ട് തള്ളി അങ്ങോട്ട് ചൂ എന്ന് പറഞ്ഞങ്ങ് തള്ളിയിട്ട് അങ്ങനെ കുറച്ച് 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 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഈ പലതും മോള് പല പല രീതിയിലാണല്ലോ പാടുന്നത്. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി പലതും ചൊല്ലി, അങ്ങനല്ലേ? അപ്പം മോൾ ആദ്യം പലതും ചൊല്ലി കറക്റ്റായിരുന്നു, പിന്നെ പാടുമ്പം പലതും ചൊല്ലി പലതും ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, എന്തായാലും മോള് കലക്കി നന്നായിരുന്നു. മക്കളെ സാഗരിക കുഞ്ഞെ നന്നായിരുന്നു മക്കളെ. നമ്മൾ ആ സിംഗപ്പേട്ട തക്കിട്ട 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 തക്കത്തലതും തള്ളി തക്കത്തലതും തക്കപ്പലതും തക്കപ്പലതും എപ്പോഴും മക്കൾ ആ ഒരു തക മനസ്സിൽ വെച്ചേക്കണം പാടുമ്പോൾ കേട്ടോ. ആദ്യം മാത്രമേ മോളത് പലതും കറക്റ്റാണ്, പിന്നെ മറ്റു പലതും ആയിരുന്നു അണ്ണാച്ചി പറഞ്ഞത്. അപ്പോൾ അതേ ഉള്ളു മക്കളെ. അതേ നല്ല രസമുണ്ട് മക്കളെ നിന്ന് പാടുന്നതും. ഇനിയിപ്പോൾ ഒരു കുഞ്ഞു അനിയത്തിയും കൂടെ ആയല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. ആ പറഞ്ഞോ മക്കളെ. വാവ വന്നു. അപ്പോ വാവ ഒരു ദിവസമില്ലേ ഞാൻ പാട്ട് പാടിയ നേരത്ത് അവിടെ ചെറുങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ പാട്ട് പാടിയ നേരത്തെ പാട്ട് നിർത്തി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉണർന്ന് പാട്ട് പാടി ഉറക്കാം ഞാൻ താമര പൈതലേ. പാട്ടല്ലേ ഉണ്ടാവുമല്ലോ. അണ്ണ കരയിച്ചു പാടി. അത്രയോട് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോളെ. നന്നായിട്ട് പാടി കേട്ടോ. നല്ല വെരി പോസിറ്റീവ് വൈബ്. അതുമല്ല ഈ പറഞ്ഞ വോയിസിന് ഭയങ്കര ത്രോ ആണ്. നല്ല ഹൈയിലൊക്കെ പോകുമ്പോൾ നല്ല എറിഞ്ഞ പാടുന്നത് നല്ല കാര്യമാണ് കേട്ടോ. വെരി പോസിറ്റീവ്. ഇത് തന്നെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നിൽ പോയി ഞാൻ വിളിച്ചു, അവിടെ എന്തോ ഒരു ഡിംഗോളിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പലതും ഏത് പലതുമാണ് ഞാൻ സ്വീകരിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. കാരണം ഓരോ തവണയും പലതും പലതായിട്ടാണ് പാടിയത് കേട്ടോ മോളെ. അത്രേ ഉള്ളൂ, വേറെ ബാക്കി ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഗ്രേറ്റ് ജോബ്. ഓക്കെ മോളെ, ഗോഡ് ബ്ലെസ്. ചക്രേ, ഞാൻ നിന്റെ അനിയത്തിക്ക് ഒരു പേരിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. എനിക്ക് അവസാനം അല്ല, എനിക്കൊരു ഭയങ്കര ടെൻഷനായി ഇപ്പൊ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മോള് സഗരിക, അനിയത്തിക്ക് സരിക. നല്ല പേരല്ലേ മിനുട്ടി? സാഗരിക സരിക. അച്ഛനും അമ്മയ്ക്കും കൂടെ തോന്നണ്ടേ? അതിനൊക്കെ നമുക്കൊരു തീരുമാനമാക്കാം. ആദ്യം പാട്ടെല്ലാം ഒന്ന് പാടി കഴിയാം. വെറുതെ എന്റെ പിന്നെ ഈ ഇത്രയും ബി പി കൂട്ടി ശരി ശരി പേരുണ്ട് മക്കളെ,
എല്ലാവരും പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. ഞാനും അവിടെ പലതും ചൊല്ലി അതിന്റെ താളത്തിന്റെ ഇത് മാത്രം ആ ഒരു സിംഗർണൈസേഷൻ അതേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പലതും നുള്ളി അത്. പിന്നെ ആ മോഹം വല്ലാത്ത ദാഹത്തിലൊരു അത് നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. എന്ത് പറയും പിന്നെ എന്റെ അപ്പോ സാഗരിക കുട്ടിക്ക് ഇന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് ഇറ്റ് ഇസ് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു. We are giving you a supreme. താങ്ക് യു. ആടി ഒരു തള്ളു പൂക്കുറ്റി. Congratulations, you are awarded a supreme. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. അപ്പൊ ജഡ്ജസ് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാട്ടോ. ഒരു വളരെ സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അവനില്ലാതെ നമുക്ക് പറ്റിയില്ല. സ്പെഷ്യലായിരിക്കണം. വിളിക്കട്ടെ. വെൽക്കം ബാബുക്കുട്ടനാട്ടെ. കളർ എന്റെ അമ്മ. ഫാൻ ബേസ് ഉണ്ടല്ലോ. ഗുലാമാലിയോ? ഗുലാമാലി ഒന്നും അല്ലേ. മക്കളെ സൂപ്പർ സൂപ്പർ. നിനക്ക് എങ്ങനെയാ ഇത്ര ഗ്ലാമർ വരുന്നേ? അത് ഈ ഡ്രസ് ഒന്നും ഇട്ടപ്പോ അല്ല, ഞാനും നല്ല പുതിയ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടൊന്നും എനിക്കൊന്നും വരുന്നില്ലല്ലോ. ദൂരെ ഇരിക്കുമ്പോ എം ജി അങ്കിളിന് സൗന്ദര്യം ഇല്ലെന്ന് തോന്നും, ഇവിടെ അടുത്ത് നിന്നാൽ സൗന്ദര്യം ഉണ്ടെന്ന് തോന്നും. പുതിയ കണ്ടുപിടുത്തോ ബാബുക്കുട്ടാ. ഞാൻ അമ്പലപ്പുഴ ഞാനൊരു പ്രോഗ്രാമിന് പോയിരുന്നു കേട്ടോ. ജനലക്ഷങ്ങളായിരുന്നു. എന്റെ സൈഡിൽ നിന്ന കുറേ അമ്മമാര് ഒറ്റ ചോദ്യം, ബാബുക്കുട്ടൻ എവിടെ? ബാബുക്കുട്ടൻ. ഞാൻ പറഞ്ഞു ബാബുക്കുട്ടൻ അവിടെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ തിരക്കിയതായിട്ട് ഞാൻ പറഞ്ഞു. ബാബുക്കുട്ട ഒരു ചോദ്യം, നീ ആരുടെങ്കിലും പറഞ്ഞോ ഞാൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞിരുന്ന? വലിയ എൻജി സാറോ? അല്ല, എന്താ അതാണ് ഞാനും ആലോചിച്ചത്. എന്നെ പറ്റി ഈ കൊച്ചു ബാബുക്കുട്ടൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു എന്ന്. പറഞ്ഞോ? ആരോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ബാബുക്കുട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്ന്. മോശമായി പോയണ്ണ. പറയൂ, കൂടിപ്പോയ വട്ടാണെന്ന് പറയാം, അത്രയല്ലേ ഉള്ളൂ. അല്ല, ഇത്രയും വിലയൊക്കെ ഞാൻ എന്തിനാ വട്ടാന്ന് പറയണോ? കൊച്ചിന് അതിന്റെ ബഹുമാനം ഉണ്ട്. അവൻ അങ്ങനൊന്നും പറയത്തില്ല, വട്ടാണെന്നും പറയത്തില്ല, ഭ്രാന്തനാണെന്ന് പറയത്തില്ല. തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞല്ലോ, അത്രയല്ലേ ഉള്ളൂ അല്ലേ? കുറച്ച് ലൂസാണ്. അതെ അത്രേ ഉള്ളൂ. പോക്കറ്റ് എന്താടാ അങ്ങനെ തിളങ്ങുന്നുണ്ടല്ലോ? അതിൽ വല്ലതും ഉണ്ടോ? അത് അവന് അത് ഒരു അട്രാക്ഷന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. അതായത് ഇവൻ പാടി കഴിയുമ്പോഴത്തേക്ക് പോക്കറ്റിനകത്ത് പൈസ വീഴും. അല്ലേ? സിംബോളിക്കാണ്. അതുപോലെ ഇല്ല ഇവിടെ പൈസക്ക് ഇവിടെ വെക്കാൻ. അയ്യോടാ. മക്കളെ നിനക്ക് എത്ര രൂപ വേണം പറ? എനിക്ക് 5000 രൂപ. അപ്പൊ എന്തായാലും ബാബുക്കുട്ട ബാബുക്കുട്ട എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഒരുപാട് വിളിക്കുന്നുണ്ടല്ലോ ബാബുക്കുട്ടാന്ന്. ബാബുക്കുട്ടന് നിസ്സാര 5000 രൂപ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് കൊടുക്കും, ഞാൻ സംഘടിപ്പിച്ചു തരുവാ. നിനക്ക് 5000 അല്ല 50000 രൂപ ഞാൻ സംഘടിപ്പിച്ചു തരും. ഓക്കെ, ഡൺ. അത് ഞാൻ വേറെ കാര്യം പറയട്ടെ. എടാ ബാബുക്കുട്ട, നീ ഈ ബർത്ത്ഡേ ഒന്നും ആരെയും വിഷ് ചെയ്യാറില്ല എന്ന് പറയുന്ന ഒരു കേൾവി കേട്ടത് സത്യമാണോ? അത് വയസ്സാവുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങളൊക്കെ എണ്ണിച്ചു പോണമല്ലോ. നീ ഒരു കാര്യം ചെയ്യ, വാക്കുട്ടിയെ കൊണ്ട് ഇവിടെ ഇരുത്ത്. തീർന്നല്ലോ. കൊച്ചു പറഞ്ഞത് അങ്ങനെയല്ല, എനിക്ക് മനസ്സിലായി. ആർക്കും വയസ്സാവുന്നത് കൊച്ചിന് ഇഷ്ടമല്ല, എല്ലാരും യങ്ങായിട്ടിരിക്കുന്നത് കൊച്ചിന് ഇഷ്ടം. അതാണ് ഉദ്ദേശിച്ചത്. വയസ്സാകുന്ന വയസ്സ് മുമ്പോട്ട് പോകുന്നത് അവന് ഇഷ്ടമല്ല, പക്ഷെ വയസ്സന്മാരെ ഇഷ്ടമല്ല. അതല്ലേ പറഞ്ഞേ?
വയസ്സ് കൂടി കൂടി പോകുന്നവർക്ക് എനിക്ക് ഇഷ്ടമല്ലെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, അവൻ പറഞ്ഞത് വലിയൊരു ഇതിഹാസമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് 70 വയസ്സായാലും ചിലർക്ക് 7 വയസ്സാണ്. ശരിയാ. ബാബുക്കുട്ടൻ നമ്മുടെ എന്താണ് കേരളത്തിനൊരു അഭിമാനമാണ്. കാരണം ഇങ്ങനത്തെ നല്ല നല്ല വാക്കുകളൊക്കെ ഇങ്ങനെ മലയാളികൾക്ക് ഇട്ടു കൊടുക്കുകയാണ്. ആരും വയസ്സാവുന്ന ഇഷ്ടമല്ല, ആർക്കും വയസ്സായി ബർത്ത്ഡേ പറയാൻ അവന് ഇഷ്ടമല്ല. അങ്ങനെ ചില പ്രിൻസിപ്പൾസ് ഉണ്ട്. അതിൽ നല്ല പ്രിൻസിപ്പൾസ് മനസ്സിൽ ഏന്തിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബാബുക്കുട്ടൻ. ബാബുക്കുട്ടൻ ഒരു സംഭവമാണ്. ബാബുക്കുട്ടൻ ഒരു ബാബുക്കുട്ടൻ ഒരു പ്രസ്ഥാനമാണ്. ഏത് പാട്ടാ ബാബുക്കുട്ട പാടുന്നേ? ഇന്ന് ശരത്തങ്ങളിന് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്. ഓ ലവ് യു ചക്ര. ഏതാ മക്കളെ? എന്റെ മൺ ലവ് യു. ശരി. ശരി എന്നാ. ഓൾ ദ ബെസ്റ്റ്. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. പുൻതൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു. പുൻതൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു. സ്നേഹം തഴുകി തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. 3, 4 എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ
കണം പാറിപ്പറന്നു വന്നു. ആഹാ 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 ആഹാ. ബാബുക്കുട്ടാ, മോനിപ്പോ എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സായി. 60 വയസ്സിന്റെ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് നീ പാടിയത്. അതിന് ഞാൻ വലിയൊരു കൈഡി തരും. അതായത് ഓർക്കസ്ട്രയുടെ പിൻബലത്തോടു കൂടി പാടുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഹെഡ്ഫോൺ കൊണ്ടിട്ട് പിടിക്കും, പക്ഷെ വെളിയിൽ പോയി പാടുമ്പോൾ അറിയത്തില്ല. പക്ഷേ ഇതുപോലുള്ള പാട്ടുകൾ, അതായത് കോഡ്സ് മാത്രം ഇട്ടിട്ട് പാടുന്ന പാട്ടുകൾ വ്യക്തമായിട്ട് മനസ്സിലാവും. പാടുന്നതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ശക്കലം ഉണ്ടെങ്കിലും മനസ്സിലാവും. ശകലമൊക്കെ ഉണ്ടായിരുന്നു തന്നെ ആത്മാവിൻ താളം. പക്ഷേ മോൻ പാടിയതിനകത്തൊരു വലിയൊരു ആത്മാവുണ്ടായിരുന്നു. പൂവിൻ ചുടിയിലും മൗനം, ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം. പല ഭാഗങ്ങളും മോൻ അറിഞ്ഞൂടാതെ തന്നെ ഈ 6 വയസ്സിൽ 60 വയസ്സിൻ്റെ ഒരു നോളജ് കയ്യിലുള്ള രീതിയിലാണ് ബാബുക്കുട്ടൻ പാടിയത്. അതൊരു ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവാണ്. അല്ലാതെ ഇത് എന്താണ് ഭയങ്കരമായിട്ട് പഠിച്ച ആ ഫീല്, ആ മേളിലൊക്കെ പാടിയില്ലേ, ആ പോർഷനൊക്കെ എത്ര രസമായിട്ടാണ് പാടിയത്. ഒന്ന് പാടിക്കുക, ഒന്നുകൂടെ പാടിക്കുക, കേൾക്കാനുള്ള ആഗ്രഹം. ഒരു നൊമ്പരം. ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു, അടുത്ത് സ്നേഹം തഴുകി തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. ഓ മൈ ഗോഡ്. വേറൊന്നും പറയാനില്ല. ഒരു ഈശ്വരാംശം ഉള്ള ഒരു കുട്ടി ബാബുക്കുട്ടൻ ആവിർഭവ്. മക്കളെ സൂപ്പറായിട്ട് പാടി മോനെ, അതിമനോഹരം. കാര്യം ഈ ഒരു ട്യൂൺ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലിറിക്കൽ വാല്യൂ മക്കൾക്ക് അറിയാൻ വയ്യാത്ത വയസ്സാണ്, എന്നിട്ട് മോൻ അസാധ്യമായിട്ട് പാടി. പ്രത്യേകിച്ച് ആ താഴെ ഉള്ളതൊക്കെ ബ്യൂട്ടിഫുൾ, അസാധ്യം. അതുപോലെ മേളിലുള്ളതും ബ്യൂട്ടിഫുൾ. കുറേ സന്തോഷമായി ശരത്തൊക്കെ കേട്ടോ. ലവ് യു. അണ്ണം കയറി പിടിച്ച് ലവ് യു ടു. ആ കുറച്ച് ഇങ്ങോട്ടും എനിക്ക് കിട്ടി. ഞങ്ങക്ക് വേണം. എനിക്ക് ശരിക്കും 4 ഉമ്മ കിട്ടി. ഇവൻ എനിക്ക് തന്നില്ലെങ്കിലും എനിക്ക് 4 ഉമ്മ കിട്ടി. ഒന്ന് അണ്ണാച്ചി അപഹരിച്ചു. ഈ MG അങ്കിൾക്ക് മാത്രം ഉമ്മ കൊടുക്കാത്ത? കൊടുത്തരും, വലിയൊരു ഉമ്മ കൊടുക്കും. മോനെ, എന്തോ നീ എവിടെ നിന്ന് ആവിർഭവിച്ചു? എന്റെ ചോദ്യം അതാണ്. പ്രേക്ഷകരും ഇത് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഈ മോൻ ടോപ്പ് സിംഗറിന് മുമ്പ് മോൻ എവിടെയായിരുന്നു? ടോപ്പ് സിംഗർ വീട്ടിലായിരുന്നു. വളരെ ന്യായമായിട്ടുള്ളത്. എവിടെ നിന്ന് വന്നുള്ളതാണ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ്. മോനെ അർത്ഥമൊക്കെ മനസ്സിലായിട്ടാണോ പാടണേ? പിന്നെ സത്യം പറ, ഇതിന്റെ മീനിങ് നിനക്ക് മനസ്സിലായോ? അതോ നീ ഏകദേശം ഇതിന്റെ ഒരു ഫീല് മനസ്സിലാക്കിയിട്ടുണ്ടോ? അറിയാൻ വേണ്ടിയാ, ആ ട്രിക്ക് അറിയാൻ വേണ്ടി. ആദ്യത്തെ വരിയുടെ അർത്ഥം മാത്രം പറഞ്ഞാൽ മതി. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വീണു. എന്താണ്? വലിയ ആൾക്കാർക്കേ മനസ്സിലാവൂല. പറയൂ, എന്താണ്? വേഗം പറ. എനിക്ക് 6 വയസ്സേ ആയിട്ടുള്ളൂ. അത് മതി, ഇത്ര മനസ്സിലായാൽ മതി കേട്ടോ. പിന്നെ ലിറിക്സില് മൺവീണ എന്ന് പറഞ്ഞല്ലോ, എന്റെ മൺവീണയിൽ അത്ര അങ്ങനെ ഒരു ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു വീണയുടെ വിഷമമാണ്. ആ ഫസ്റ്റ് ബീജിയത്തിൽ ആ പല്ലവി കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് നമ്മൾ ആ വീണയല്ലേ ആ പ്ലേ ചെയ്തെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആ കോമ്പോസിഷൻ. നിന്നോടൊന്നും പറയാനില്ല, നീ തകർത്തു. ഗോഡ് ബ്ലെസ് യു. ആവിക്കുട്ടോ, ചക്കരക്കുട്ട, ദൈവമേ നീതാനാ. ആവിക്കുട്ട ആവി എന്ന് പറഞ്ഞാൽ അവിടെ തമിഴ്നാട്ടില്
ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആ പുട്ടിനൊക്കെ വരുന്ന ആവി. ഓരോ ലൈനിനും അവൻ ആ കൊടുക്കേണ്ട ഭാവം എന്തൊരു എഫേർട്ട്ലെസ് ആയിട്ട്, എന്തൊരു ഈസി ആയിട്ട്, എന്ത് രസമായിട്ട്. മോനല്ല പാടിയത്, ദൈവം നിന്ന് പാടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതാ ഞാൻ ദൈവമേ എന്ന് വിളിച്ചത്. എൻ്റെ വക ഒരു നമസ്കാരം. മക്കളെ ചക്കരെ, മക്കളെ ഇത് എനിക്ക് ചരിത്രങ്ങളിൽ ഡെഡിക്കേറ്റ് ചെയ്യുമ്പം ഞാൻ നിന്നെ സ്നേഹിക്കണ്ടേ? ചുമ്മാ ചക്കര എന്ന് വിളിച്ചോണ്ടിരുന്നാ മതിയോ? മക്കൾ ഓടി വന്നേ, ഓടി വാ. കൂട്ടാ, ഞങ്ങൾ എല്ലാരും കൂടെ തീരുമാനിച്ചു വി ആർ ഗിവിംഗ് യു 99 out of 100. താങ്ക് യു. We are giving you a super break. താങ്ക് യു. ആടി ഒരു പൊൻതൂവൽ പൂക്കുറ്റി. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ സൂപ്പർ. താങ്ക് യു. മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. ടോപ്പ് സിംഗറിന്റെ കുസൃതി കൂട്ടിൽ നിന്നും എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ധ്വനിക്കുട്ടി. വെൽക്കം ധ്വനി ഓൺ സ്റ്റേജ്. ഓ ക്യൂട്ട്. ധോനിക്കുട്ടി കണ്ടിട്ട് എത്ര നാളായി, എനിക്ക് വയ്യ. മക്കളെ സുഖമാണോ? വരും. സ്പെഷ്യൽ ഡേയാ. ആ കണ്ടിട്ടുണ്ടോ? എന്ത് ഡേ ആണ് സ്പെഷ്യലി മക്കളെ? ഫൈസൽ അങ്കിളുടെ ബർത്ത്ഡേ. ആ പിള്ളേർക്കൊക്കെ എന്തൊരു സ്നേഹമാ ഫൈസൽ നിങ്ങളുടെ. പാവാണോ? ഫൈസൽ നിങ്ങൾ പാവം മോളെ. ഫൈസലങ്ങൾ മനസ്സിലാറിയോ മുതലാളി? ഓർക്കസ്ട്രയിൽ കണ്ടിട്ടുണ്ട്. ഫൈസൽ നിങ്ങളുടെ ഇഷ്ടമാണോ? ബർത്ത്ഡേ അല്ലേ ഫൈസൽ നിങ്ങളുടെ? എന്ത് വാങ്ങിച്ചു കൊടുക്കും മക്കള്? എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. ഉടുപ്പോ? അടിച്ചില്ലേ നമ്മുടെ ചക്കരയുടെ ഒരു ഉടുപ്പ്. ഈ കളർ വാങ്ങിച്ചു കൊടുത്തേരെ കേട്ടോ. ഈ കളർ ഫൈസൽ നിങ്ങളുടെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? പിന്നെ വേറെന്തുണ്ട് വിശേഷം? കുറച്ച് ദിവസമായിട്ട് കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, അങ്കിളിന് ഈ മുട്ടിനൊരു ഇടി പറ്റി. ഈ അണ്ണാച്ചി എന്നെ ഇടിച്ചത്. ഒറ്റ ഇടി. അത് കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നല്ല വേദന. അത് കാരണം വന്നില്ല. ഇപ്പം ശരിയായി കേട്ടോ. അപ്പോൾ ഞാൻ മക്കളെ എല്ലാം ഞാൻ ഓർത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കും. ഇപ്പം ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? മുറ്റത്ത് ആരെത്തുന്നു? മുറ്റത്തെത്തും. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഒരു പല്ല് പോയോ? രണ്ടെണ്ണം പോയി. അയ്യോ, പല്ലിന്റെ ഹോൾസെയിൽ MG അങ്കിളിന്റെ ഈ പല്ല് പോയി കഴിഞ്ഞാൽ ഇവിടെ തരണമെന്ന് ആരും പറഞ്ഞില്ലായിരുന്നു ഈ ടോപ്പ് സിംഗറിൽ നിന്ന്? MG അങ്കിളിന് കൊടുക്കണം. ഇവിടെ ആരുടെ കുട്ടികളുടെ പല്ല് പോയി കഴിഞ്ഞാൽ എൻ്റെ കൊണ്ട് തരണം. അത് വയനാട് വെച്ചു. അതിനകത്ത് എഴുതും. അതിനകത്ത് ഇന്ന കുട്ടി, ഇത്ര വയസ്സ്, ഇത്ര ഡേറ്റ് എന്ന് എഴുതി വെക്കും. എന്നിട്ട് മക്കൾക്ക് ഒരു 60 വയസ്സാകുമ്പോൾ അങ്കിൾ കൊണ്ട് തരും. പക്ഷെ ഞാനത് എടുത്തില്ല. അങ്ങനെ എങ്ങനെ? അപ്പൊ 150 വയസ്സ്. ശരി മക്കളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുറ്റത്തെത്തും തെന്നലെ മുട്ടിത്തെന്നു ചെമ്പകം, അവളൻ കളിത്തോഴി. ഓ അഴകാ കളിത്തോഴി. മുറ്റത്തെത്തും തെന്നലെ മുട്ടിത്തെന്നു ചെമ്പകം, അവളൻ കളിത്തോഴി. ൊന്നാനി
താരക ചെല്ലന പൊന്നിനൊത്തൊരു പെണ്ണാണ് കൊന്ന മലരാൽ കോടിയെടുത്തൊരു നേടനിലവാണ് കണ്ണിനുക്കിയ താരകൾ ചെല്ലന പൊന്നിനൊത്തൊരു പെണ്ണാണ് കൊന്ന മലരാൽ കോടിയെടുത്തൊരു നേടനിലവാണ് താമരപ്പൂവിൻ്റെ ഇതളാണ് ഇവളിൻ കളിത്തോഴിയോ അഴകാം കളിത്തോഴി ഓ മുറ്റത്തെത്തും തെന്നലേ മുട്ടിത്തെന്നു ചെമ്പകം അവളൻ കളിത്തോഴി ഓ അഴകാം കളിത്തോഴി ഇവളൻ കളിത്തോഴിയോ അഴകാ കളിത്തോഴി ഓ മുറ്റത്തെത്തും തെന്നലേ മുട്ടിത്തെന്നു ചെമ്പകം അവളൻ കളിത്തോഴി ഓ അഴകാ കളിത്തോഴി തൊട്ടാൽ പൂക്കും ചില്ലമേൽ പൊന്നായി മിന്നും പൂകൾ കാറ്റിൻ പ്രിയത്തോഴിയോ കുളിരിൻ പ്രിയത്തോഴി അവളൻ കളിത്തോഴി ഓ മുറ്റത്തെത്തും തെന്നലേ മുട്ടിത്തെന്നു ചെമ്പകം അവളൻ കളിത്തോഴി ഓ അവളാം കളിത്തോഴി ചക്കരെ ധവനിക്കുട്ടി എന്താ പാടിയത് മോള് വല്ലതും അറിഞ്ഞോണ്ടാണോ? ആ ആ ആ ഒന്നും അറിഞ്ഞൂടാ അങ്ങ് പാടി. എത്ര രസമായിരുന്നു. ഇത് വിദ്യാസാഗറിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ്. എന്തുമാത്രം ചേഞ്ചസ് ആണ് ഇതിനകത്ത്. ആ ചേഞ്ചസ് ഒക്കെ മോള് ഞാൻ ആലോചിക്കായിരുന്നു, അയ്യോ അത് അവിടെ പോവോ, ഉഗ്രാണ്ട് പോയി. ഞാനൊരു കൈയടിയും തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പോവോ, അവിടെയും പോയി. അപ്പോൾ വീണ്ടും കൈയടിച്ചു. ഇത് തന്നെയായിരുന്നു എൻ്റെ ജോലി ഇപ്പോഴും. ഒരു രക്ഷയില്ല കേട്ടോ മോളെ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഒന്ന് തള്ളിയെടുപ്പ്. അത് മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടല്ലോ ചെമ്പകം. മക്കളെ ഈ ചെമ്പകം എന്തുവാ? ചെമ്പകമായാലും സെമ്പകമായാലും മോള് പാടിയപ്പം എന്താണ്, ഒരു സെമ്പകപ്പൂവിന്റെ മണം ഉണ്ടായിരുന്നു, ഒരു ഗന്ധം ഉണ്ടായിരുന്നു ആ പാട്ട്. ഇത് വിദ്യാജി കേട്ട് കഴിഞ്ഞാൽ മോക്ക് ഒരു 50,000 ഉമ്മ തരും. അപ്പൊ ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞതിന് അങ്കിളിന് എന്ത് തരും? മുട്ടായി വേണ്ട, എനിക്കൊരു ഉമ്മ തന്നാ മതി. ടോയും വേണ്ട, എനിക്കൊരു ഉമ്മ മതി. ടോയ് വെച്ച് കളിക്കാൻ പറ്റിയ വയസ്സാണ് ഉമ്മ. മക്കളെ മക്കളെ ചക്കര കുഞ്ഞ് മക്കള് ഉഗ്രായിട്ട് പാടിയടാ. ആഹാ അസാധ്യമായിട്ട് പാടി. താങ്ക് യു. ശരത്ത് ഇത്രയും നല്ലത് പൊക്കി പറഞ്ഞാൽ ശരത്തങ്ങളുടെ എന്ത് തരും? ഉമ്മ. ഉമ്മ. പക്ഷെ ശരത്തങ്ങളുടെ മോക്കൊരു സാധനം തരണം.
വരുമോ മക്കൾ ഇങ്ങോട്ട്? മീനൂട്ടി എന്തോ നല്ലൊരു കൊച്ചരിപ്പല്ല്. ആ, അയ്യോ ഇത് തരണേ. തരൂ അങ്കിളിന്. ആ. തരണേ. ഓക്കെ. തരും തരും. കുട്ടിമോളെ, ഈ പാട്ടിൽ ഒത്തിരി ചെറിയ ചെറിയ നോട്ടുകളൊക്കെ ഉണ്ട്. ഒരു ക്യൂട്ടായിട്ട് ഇങ്ങനെ പാടിപ്പോകും എന്നൊക്കെയുള്ള രീതിയിൽ മാത്രമേ ഞാൻ അതിനെ കണ്ടുള്ളൂ. പക്ഷെ മോള് ഓരോ ചെറിയ നോട്ടും ടച്ച് ചെയ്തിട്ടുണ്ട് മോളെ. ആ ടച്ച് ചെയ്തതിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളും മോളെ ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐ ലവ് യു മോളെ. എന്ത് ലേറ്റ് ആയിരുന്നു? ഇന്നെന്താ പറഞ്ഞത്? അച്ഛനോട് അന്വേഷണം പറയോ? ഓക്കെ, ലവ് യു ട്ടോ. ചക്കരക്കുട്ടി എന്ത് രസമായിട്ട് പാടി. ചേഞ്ച് ഓവർ അതെല്ലാം സൂപ്പറായിട്ട് പാടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു കണ്ണേ, താങ്ക് യു. ആദ്യമായിട്ടാണ് ഇത്രയും നാള് കൂടി ഒരു കുഞ്ഞ് എന്നെ തിരിച്ചു പറയണത് ഗോഡ് ബ്ലെസ് യു എന്ന്. മക്കൾ അനുഗ്രഹിച്ചാലും അനുഗ്രഹം കിട്ടും. ദവക്കുട്ടിക്ക് മാർക്ക് വേണോ അതോ ഗ്രേഡ് വേണോ? മാർക്ക് അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഇവിടെ ഇരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് പഞ്ചായത്ത് ആശാ വർക്കേഴ്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഇരിക്കുന്നത്. താങ്ക് യു ഫോർ കമ്മിങ്. ഞങ്ങൾ വഴിക്കടവിൽ പഞ്ചായത്ത് നിന്ന് വരുന്നത്. ആ, എല്ലാവരും ഈ പരിപാടി കാണാറുണ്ട്. ആ, വഴിക്കടവ് പഞ്ചായത്തിൽ 23-ാം വാർഡിൽ ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു മെമ്പർ ഉണ്ട്. അവര് ഞങ്ങളെ കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഒരു ഹായ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു, താങ്ക് യു. പിന്നെ നമ്മുടെ മക്കള് പാടിയല്ലോ. മോക്ക് മാർക്ക് വേണമെന്ന് പറയുന്നത്. എത്ര മാർക്ക് കൊടുക്കും? 100 മാർക്ക്. പിന്നെ 100-ല് 100. ഒരു ലിറ്റിൽ ഏഞ്ചൽ പൂക്കുറ്റി. അപ്പൊ ചക്കര ടാറ്റാ. See you. അടുത്ത തവണ വരുമ്പം ആ 2 പല്ലും ഇഞ്ഞയിപ്പിക്കണം. ഓക്കെ, തരുമല്ലോ? ഓടിക്കോ. ടാറ്റാ. മുറ്റത്തെത്തും തെന്നലേ മുട്ടിത്തെന്നു ചെമ്പകം അവളൻ കളിത്തോഴി. ഓ അഴകാം കളിത്തോഴി. മാതൃത്വത്തിന്റെ ശക്തി പ്രകൃതി നിയമങ്ങളെക്കാൾ വലുതാണ്. അടുത്തതായി 5 റൗണ്ടിൽ പാടാനെത്തുന്നു നമ്മുടെ മിലൻ. മിലന് 3 വയസ്സുള്ള സമയത്ത് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ടാക്കിയൊരു സംഭവം ഉണ്ടായത്. അവൻ കളിക്കാനോ പുറത്തേക്ക് പോകുമ്പോൾ എന്നോട് എപ്പോഴും പറഞ്ഞിട്ട് തന്നെ പോവാറ്. പക്ഷെ അന്ന് എവിടേക്ക് പോയെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ വീട്ടിൽ എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവനവിടെ ഇല്ല. പിന്നെ കരച്ചിലായി. പിന്നെ എൻ്റെ കരച്ചിലായിട്ട് എല്ലാവരും ഓടിയൊക്കെ വന്നപ്പോഴാണ് കട്ടിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വരായിരുന്നു. അപ്പം എന്നോട് പറയും, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ആ നേരത്തെ എനിക്ക് നല്ല ദേഷ്യം തോന്നി. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങളെ വളർത്തിയെടുക്കാനും ഞങ്ങളെ നോക്കാനായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം അയച്ചു, ആങ്ങളേനെ പഠിപ്പിച്ചു. എല്ലാത്തിനും അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഹലോ മിലൻകുട്ടാ. ആ മിലന്റെ അമ്മയല്ലേ ഈ ഇരിക്കുന്നേ? മിലൻ എങ്ങനെയാ വീട്ടില്? അത്ര പാവൊന്നല്ല, എന്നാലും കുറച്ച് കുറുമ്പൊക്കെ വീട്ടിലുണ്ട്. അമ്പടാ, പക്ഷെ ഇവിടെ ഞങ്ങക്കത് വിശ്വസിക്കാനേ പറ്റില്ല കേട്ടോ. കുറുമ്പൊക്കെ ഉണ്ട്. എല്ലാ പിള്ളേരും അങ്ങനല്ലേ? അല്ലെ, കുറുമ്പ് കാണിക്കാത്തവരതെ. ഏതാ എന്റെ കുഞ്ഞു പാടുന്ന? അമ്മേ അമ്മേ അവിടുത്തെ മുൻപിൽ ഞാനാര് ദൈവമാര്. സത്യം. ഈ പാട്ട് പാടിയത് ഐരൂർ സദാശിവനാണ് അല്ലേ? അദ്ദേഹം എൻ്റെ ഒരു കുടുംബ സുഹൃത്താണ്, എൻ്റെ ചേട്ടൻ്റെയൊക്കെ.
നല്ലൊരു ഗായകനാണ്, ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പാട്ടുകാരനാണ്. തീർച്ചയായും മനോഹരമായ ഒരു ഗാനം, നല്ല സെലക്ഷൻ. താങ്ക് യു സർ. മക്കൾ ഉഗ്രായിട്ട് പാടും. അമ്മ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ച് ധ്യാനിക്കണ്ട, ഇടയ്ക്ക് നോക്കുകയും ചെയ്യാം. ഇടയ്ക്ക് വേണോ നോക്കാം, അവിടെ വേണം നടന്നു പോയി അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി താങ്ക് യു ബെസ്റ്റ്. സർ. All the best. താങ്ക് യു. കുഴലിലൂടെ അസ്ഥി തളിരിലൂടെ വിലൻകുട്ടാ, നന്നായിരുന്നു മോനെ, താങ്ക് യു സർ. രസമായിട്ട് പാടി കേട്ടോ. കാരണം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏറ്റവും മുകളിൽ. അനുപല്ലവി ബ്യൂട്ടിഫുൾ ആയിട്ട് പോയി. സെക്കൻഡ് വന്നപ്പോൾ ഒരു ശകലം സ്ട്രെയിൻ ഉണ്ടായിരുന്നു, എങ്കിലും നല്ല സെലക്ഷൻ. താങ്ക് യു സർ. ഒന്ന് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഇടയ്ക്ക് ഇത് വരിയെന്ന് മറന്നു, സാരമില്ല. മോന് തെറ്റിയപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്ത കാരണം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അല്ലേ? അപ്പം അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കും.
രക്തക്കുഴലിലൂടെ അസ്ഥിത്തളിരിലൂടെ ദൈവവും നമ്മളും അവരുടെ ഏകാന്തതമായിരുന്നില്ലേ? രക്തക്കുഴലിലൂടെ. എന്തായാലും വളരെ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ നന്നായിരുന്നു. പിന്നെ കുറച്ച് ശ്രുതി, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്ക് മോനൊരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. നല്ല, കാരണം ജ്ഞാനസ്ഥനാണ്. അപ്പൊ ഈ ശബ്ദത്തിന്റെ ഇത് കാരണം അങ്ങോട്ട് നമുക്ക് ത്രൂ ഔട്ടായിട്ട് അതങ്ങ് കംപ്ലീഷൻ വരുന്നില്ല. വളരെ നന്നായിരുന്നു. എന്ത് പറയുന്നു? നല്ല തന്നെ. നല്ല തന്നെ. അമ്മ എങ്ങനെയാ മോനെ, അടിക്കുവോ അതോ പാടുവോ? പാട്ടൊക്കെ പാടും. പാട്ട് പാടുവോ? അപ്പൊ നമുക്കൊണ്ട് ഒരു പാട്ടായിക്കോട്ടെ. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധര കാന്തിയോ. പറട്ടെ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മുഖമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയ മൃദുല തന്ത്രിയേന്ദ്രിയേവാമൃതം വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധര കാന്തിയോ. അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അവിടെ നിന്നാണ് സംഗീതം കിട്ടിയത്. മനസ്സിലായി. ആന്റിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ മിലന്റെ കൂടെ ഇവിടെ ഈ സ്റ്റേജിൽ വന്ന് നിന്നൊരു പാട്ട് പാടണമെന്ന്. ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മക്കളെ, മിലനെ, അമ്മ ഉഗ്രമായിട്ട് പാടുന്നടാ. അമ്മയെ നീ പേടിക്കണം. എൻ്റെ അമ്മ അസാധ്യമായിട്ട് പാടുമായിരുന്നു. അമ്മയുടെ മുമ്പൊന്നും എനിക്ക് പാടാനുള്ള ധൈര്യം ഉണ്ടായിട്ടേ ഇല്ല. അത്രയ്ക്ക് ഉഗ്രമായിട്ട് പാടും. എന്ത് പാടിയാലും അമ്മയ്ക്ക് പോരാ. ഇനി സംഗതി പാടി എനിക്ക് എല്ലാ സ്ഥലവും ഉളുക്കി അമ്മയ്ക്ക് വേണ്ടി. മക്കളെ, നന്നായിട്ട് പാടി മോനെ. നിനക്ക് ഈ ശബ്ദത്തിൻ്റെ അതാണ് പ്രധാനമായിട്ടുള്ള ഒരു, അത് കുഴപ്പമില്ല. മക്കൾ അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക, അത് ബുദ്ധിപൂർവ്വം സെലക്ഷൻ നടത്തുക മോനെ. അതാണ് ഇപ്പോൾ എനിക്ക് തരാനുള്ള അഡ്വൈസ്. അതുപോലെ മോനെ, അമ്മയുടെ ശൈശവ സ്വർഗങ്ങളിൽ അടുത്തത് അമ്മയുടെ യൗവന. അതങ്ങ് യൗവനവും ശൈശവത്തിൽ തന്നെ ഇരിക്കുക അമ്മ എപ്പോഴും. അത് കുഴപ്പമില്ല കേട്ടോ, വരിയൊക്കെ മാറിപ്പോകുന്ന കുഴപ്പം. എന്തൊക്കെയായാലും നല്ലൊരു പാട്ട് പാടി, അത് അമ്മയും കൊണ്ട് വന്നു പാടി. അമ്മ അസാധ്യമായിട്ട് പാടി. അമ്മയ്ക്ക് 100 മാർക്ക് എൻ്റെ വാക്ക്. കേൾക്കൂ, അമ്മയ്ക്ക് ഒരു കുറച്ച് വർഷം കുറവായിരുന്നെങ്കിൽ ടോപ്പ് സിംഗറിൽ നിന്റെ എതിരാളിയാണ്. നന്നായിട്ട് പാടി കേട്ടോ. അല്ല, വീട്ടിലിരുന്ന് പാടുന്നു എന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഓക്കെ വെരി കാഷ്വലായിട്ട് പാടുമായിരിക്കും. പക്ഷെ മൊത്തത്തിൽ അങ്ങോട്ട് കലക്കി. മോൻ്റെ ഇടയ്ക്ക് മറന്നു എന്ന് പറഞ്ഞല്ലോ, സത്യമാണ്, മറന്നു. പക്ഷെ നീ പിക്കപ്പ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് നീ പിക്കപ്പ് ചെയ്ത രീതി. പിന്നെ ഈ 2 BGMസിലും മോൻ അമ്മേനെ നോക്കുകയും, അമ്മ പക്ഷെ വലിയ റെസ്പോൺസ് ഒന്നും കാണിച്ചില്ല. അമ്മയ്ക്ക് പേടിയാണ്, ദൈവമേ എന്നെ നോക്കല്ല, നീ മര്യാദയ്ക്ക് പാടിയാൽ മതി മോനെ. ആ ഒരു പരിപാടിയിൽ അമ്മ ഇരുന്നത്. പക്ഷെ നീ അത് ചെയ്തതും എല്ലാം ശ്രദ്ധിച്ചു മോനെ. എനിവേസ്, ഗോഡ് ബ്ലെസ് യു. ഇങ്ങനെ തന്നെ പോട്ടെ. അടിപൊളി. വണ്ടി വിട്. ഈ അമ്മ റൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാം തീർച്ചയായിട്ടും നമ്മുടെ പുറകോട്ട് നമ്മളുടെ കാലങ്ങൾ പുറകോട്ട് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കും. എല്ലാവരും ഓരോ വർഷം ഗ്യാപ്പിൽ ഞങ്ങൾ 5 പേര് എല്ലാവരും ഉണ്ടായത്. പക്ഷെ ഞാൻ മാത്രം 5 വർഷം കഴിഞ്ഞ് ഉണ്ടായതാണ്. ചേട്ടൻ കഴിഞ്ഞ്, എൻ്റെ 4ാമത്തെ ചേട്ടൻ കഴിഞ്ഞ് 5ാമത്തെ ഞാൻ 5 വർഷം കഴിഞ്ഞാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കൂടുതൽ ഭയങ്കര എല്ലാവരുടെയും കുഞ്ഞിപ്പിള്ള ആയിരുന്നു. കുഞ്ഞിന്നാണ് എന്നെ അതുകൊണ്ട് തന്നെ വിളിക്കുന്നത്. അപ്പം അന്ന് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ്, ഞാനൊരു 35 വർഷം മുമ്പൊക്കെയുള്ള 34 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് പറയണം കേട്ടോ. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +2 പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് എന്ത് ഡ്രസ്സ് വേണോ അതെനിക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞ അപ്പം തന്നെ അമ്മ എനിക്ക് അതിൻ്റെ വില എന്ന് പറയണത് അന്നത്തെ കാലത്ത് 30 വർഷം മുമ്പ് 2175, 2300 ആ വിലയാണ്. അപ്പം പക്ഷേ അത് വാങ്ങിത്തരും എൻ്റെ അമ്മ. ഞാൻ പറയുമ്പോൾ മോൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ, നെക്സ്റ്റ് ടൈം അങ്ങനെയൊന്നുമില്ല.
നെക്സ്റ്റ് ടൈം പിന്നെ മേടിക്കാം കാരണം വാഴയ്ക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അടുത്ത ദിവസം ഒന്നും അത് പറയണ്ട, മോക്കത് ഇഷ്ടമാണെങ്കിൽ അത് മേടിക്കാം. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ അമ്മ എന്നെ ട്രെയിൻ ചെയ്യിച്ച പോലെ നല്ല ഡ്രസ്സും നല്ല ഇഷ്ടമുള്ളതും. ഇപ്പോഴാണെങ്കിൽ പാവം എൻ്റെ കൃഷ്ണനമ്മ, അദ്ദേഹവും ഇഷ്ടമുള്ളത് വാങ്ങിക്കോളൂ എന്ന് പറയുന്ന ആ ഒരു ഇത്. മക്കളെ നല്ല പാട്ട് സെലക്ഷൻ, മക്കൾ നന്നായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു കണ്ണേ. താങ്ക് യു മാം. മിലൻകുട്ട, ഇന്ന് മിലൻകുട്ടന് ഞങ്ങൾ തീരുമാനിച്ചത് 97 ആണ്. പക്ഷെ അമ്മയ്ക്കൊരു മാർക്ക് 98 out of 100. താങ്ക് യു സർ. മിലൻകുട്ടനാണ് അമ്മ. We are giving you a supreme. താങ്ക് യു സർ. ആദ്യ ഒരു അമ്മ പൂക്കുറ്റി. Congratulations, you are awarded a supreme. അപ്പോൾ all the best. Thank you. ആന്റി താങ്ക് യു. ടാറ്റാ. ശരത്തങ്ങളെ നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ ആരാണ്? അത് വേറെ ആര്, നമ്മുടെ എല്ലാം സ്വന്തം മമ്മൂക്ക. ആവിർഭവ്. പാപ്പുക്കുട്ടൻ on stage. ബാബുക്കുട്ടന് ബലൂൺ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് അവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.